ഇനി തിരുവനന്തപുരത്ത് നിന്ന് അമൽ തേനംപറമ്പിൽ കൂടെ ചേരുന്നു. അമൽ, പട്ടിക വായിച്ചു നോക്കാൻ ആവശ്യത്തിന് സമയം കിട്ടിക്കാണുമെന്ന് കരുതുന്നു. ഏറ്റവും ശ്രദ്ധേയമായ നീക്കങ്ങൾ ഏതൊക്കെയാണ്? ഇത്രയേറെ ചർച്ചകൾക്കൊടുവിൽ, 2 ദിവസത്തെ മാരത്തോൺ ചർച്ചകൾക്കൊടുവിൽ ഈ ആദ്യഘട്ട പട്ടിക പുറത്തുവിടുമ്പോൾ ഇതിലെവിടെയായിരുന്നു കോൺഗ്രസ് പാർട്ടി വല്ലാതെ കുഴങ്ങിപ്പോയത്? പട്ടിക പുറത്തു വരാൻ ഒരുപാട് കാത്തിരിക്കേണ്ടി വന്നു കോൺഗ്രസുകാർക്ക്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ 24 മണിക്കൂറിനകം പട്ടിക എന്ന് പറഞ്ഞിട്ട് അത് അങ്ങ് നീണ്ടു പോയി. ഇപ്പോൾ എന്തായാലും ആദ്യ പട്ടിക പുറത്തേക്ക് വരികയാണ്. ഈ പട്ടിക പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനാവുന്നത് ചില ജില്ലകളിലേക്ക് കടന്നു പോയിട്ട് പോലുമില്ല. പ്രത്യേകിച്ച് ഇടുക്കി, പത്തനംതിട്ട തുടങ്ങിയ ജില്ലകളിൽ പേരുകളൊന്നും ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് പ്രഖ്യാപിക്കുന്നത് 2 സീറ്റുകളിൽ മാത്രമാണ്. കോവളത്ത് എം വിൻസെന്റ്, അതോടൊപ്പം തന്നെ വട്ടിയൂർക്കാവിൽ കെ മുരളീധരൻ. മറ്റ് സീറ്റുകളിലെ ചർച്ച ഇനി നടക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന പേരുകൾ അപ്രതീക്ഷിതമായി ഇതിൽ ഒന്നും സംഭവിക്കുന്നില്ല. ഇരിക്കൂരിൽ സജീവ് ജോസഫ് തന്നെ സ്ഥാനാർത്ഥിയായി എത്തുന്നു. ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിടാനായി അബ്ദുൾ റഷീദ് VP-യെ രംഗത്തിറക്കുകയാണ് കോൺഗ്രസ്. റഷീദ് ഇതിനു മുൻപ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുള്ള സ്ഥാനാർത്ഥിയായിരുന്നു. തലശ്ശേരിയിൽ KP സാജുവാണ് മത്സരരംഗത്തുള്ളത്. പേരാവൂരിൽ സണ്ണി ജോസഫ്, KPCC അധ്യക്ഷൻ. കാര്യമായ മാറ്റങ്ങളിൽ അപ്രതീക്ഷിതമായി ഒന്നും പ്രതീക്ഷിച്ചതുമല്ല. മാനന്തവാടിയാണ് മറ്റ് പ്രധാനപ്പെട്ട ഒരു സീറ്റ്. മാനന്തവാടിയിൽ ആരെത്തും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു. അവിടെ പുതിയൊരാളെ പരീക്ഷിക്കുന്നു കോൺഗ്രസ്. ഉഷ വിജയനാണ് അവിടെ സ്ഥാനാർത്ഥിയായി എത്തുന്നത്. ചില വെച്ചുമാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നൊക്കെ ആദ്യം ആലോചിച്ചിരുന്ന ഒരു സീറ്റാണ് സുൽത്താൻ ബത്തേരിയും മാനന്തവാടിയും ഒക്കെ. പക്ഷേ സുൽത്താൻ ബത്തേരിയിൽ IC ബാലകൃഷ്ണൻ തന്നെ സ്ഥാനാർത്ഥിയാകുന്നു. കൽപ്പറ്റയിൽ സിദ്ദിഖിക്കുന്നതിനപ്പുറത്തേക്ക് മറ്റ് ചിന്തകളിലേക്ക് കോൺഗ്രസിന് കടക്കാൻ കഴിയുമായിരുന്നില്ല. പിന്നെയുള്ളൊരു സീറ്റ് എന്ന് പറയുന്നത് നാദാപുരമാണ്. അവിടെ KSUവിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷനും യൂത്ത് കോൺഗ്രസിന്റെ നിലവിലെ ദേശീയ ജനറൽ സെക്രട്ടറിയുമായ KM അഭിജിത്ത് സ്ഥാനാർത്ഥിയായി എത്തുകയാണ്. കൊയിലാണ്ടിയിൽ K പ്രവീൺകുമാർ. മറ്റ് പേരുകളൊക്കെ ആദ്യഘട്ടത്തിൽ ചർച്ചയായിരുന്നുവെങ്കിലും സജീവ ചർച്ചയിലേക്ക് കടന്നു വന്നപ്പോൾ K പ്രവീൺകുമാർ എന്ന ഒറ്റ പേരിലേക്ക് കോൺഗ്രസ് എത്തിച്ചേരുകയായിരുന്നു. കാര്യമായ തർക്കങ്ങളോ ചർച്ചകളോ ഒന്നും ഇല്ലാതെയാണ് കൊയിലാണ്ടിയിലെ സീറ്റിന്റെ കാര്യത്തിൽ തീരുമാനമാകുന്നത്. അതോടൊപ്പം തന്നെ ബാലുശ്ശേരിയിൽ VT സൂരജ് സ്ഥാനാർത്ഥിയായി എത്തുന്നു. KSUവിന്റെ ജില്ലാ അധ്യക്ഷനാണ് VT സൂരജ് കൈപ്പത്തി ചിഹ്നത്തിൽ അവിടെ മത്സരിക്കുന്നു സച്ചിൻ ദേവിനെതിരെ. എലത്തൂരിൽ വിദ്യാ ബാലകൃഷ്ണനാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി. വിദ്യയുടെ പേര് ഒറ്റപ്പേരിലേക്ക് തന്നെ ആദ്യം എത്തിയ മണ്ഡലങ്ങളിൽ ഒന്നായിരുന്നു എലത്തൂരിൽ AK ശശീന്ദ്രനെ നേരിടാനായി വിദ്യയാണ് രംഗത്തിറക്കുന്നത്. കോഴിക്കോട് നോർത്തിൽ K ജയന്ത്. തുടക്കം മുതൽ തന്നെ പറഞ്ഞു കേട്ടിരുന്ന പേര്. അപ്രതീക്ഷിതമായ ഒന്നും കോഴിക്കോട് നോർത്തിൽ സംഭവിക്കുന്നില്ല. കോഴിക്കോട് നോർത്തിൽ K ജയന്ത് സ്ഥാനാർത്ഥിയായി എത്തുന്നു. നിലമ്പൂരിലും കാര്യമായ മാറ്റങ്ങളൊന്നും നമ്മൾ പ്രതീക്ഷിച്ചില്ല. ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് വളരെ കുറച്ച് നാളുകൾ മാത്രമേ ആകുന്നുള്ളൂ. വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ആര്യാടൻ ഷൗക്കത്തിനെ തന്നെ ഒരു വട്ടം കൂടി പരീക്ഷിക്കുകയാണ് കോൺഗ്രസ്. വണ്ടൂരിൽ AP അനിൽകുമാർ. കഴിഞ്ഞ കുറേ കാലങ്ങളായി അവിടുത്തെ സിറ്റിംഗ് MLA ആണ്. അനിൽകുമാറിന്റെ കാര്യത്തിലും ചർച്ചകളോ തർക്കങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അനിൽകുമാർ വണ്ടൂരിൽ സ്ഥാനാർത്ഥിയായി എത്തുന്നു. തവനൂരിൽ VS ജോയി. അതാണ് ഈ പട്ടികയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട ഒരു പേര്. VS ജോയി തിരുവമ്പാടിയിൽ മത്സരിക്കുമോ, തിരുവമ്പാടി സീറ്റ് ലീഗ് വിട്ടു നൽകുമോ തുടങ്ങിയ ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ലീഗ് എന്തായാലും തിരുവമ്പാടി വിട്ടു നൽകുന്നില്ല എന്നുള്ള കാര്യം പ്രഖ്യാപിക്കുകയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് VS ജോയി സ്ഥാനാർത്ഥിയാകണമെന്ന ആവശ്യം പ്രവർത്തകർക്കിടയിൽ ശക്തമായിരുന്നു. പക്ഷേ പാർട്ടി പറഞ്ഞതനുസരിച്ച് ആര്യാടൻ ഷൗക്കത്തിനായി VS ജോയി വഴിമാറി കൊടുത്തതാണ്. ഇപ്പോൾ ജോയിയെ പരിഗണിക്കുകയാണ് തവനൂരിൽ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പൊന്നാനിയിൽ നൌഷാദ് അലി തുടക്കം മുതൽ പറഞ്ഞു കേട്ട പേര്. കാര്യമായ മാറ്റങ്ങൾക്കൊന്നും കോൺഗ്രസ് അവിടെ തയ്യാറാകുന്നില്ല. അതോടൊപ്പം തന്നെ തൃത്താലയിൽ VT ബൽറാം ഏകദേശം ഉറപ്പിച്ച ഒരു സീറ്റായിരുന്നു. നേരത്തെ നടന്ന അതേ മത്സരം വീണ്ടും ആവർത്തിക്കുന്നു. MP രാജേഷ് വേഴ്സസ് VT ബൽറാം എന്നുള്ള മത്സരമാണ് കഴിഞ്ഞ തവണ നടന്നത്. അതിൻ്റെ ഒരു തനിയാവർത്തനം ഇത്തവണയും തൃത്താലയിൽ ഉണ്ടാവുകയാണ്. കോങ്ങാട് KA തുളസിയാണ് ഇത്തവണ സ്ഥാനാർത്ഥിയായി എത്തുന്നത്. KA തുളസി മുൻപ് മത്സരിച്ചിട്ടുള്ള ആളാണ്. VK ശ്രീകണ്ഠൻ MPയുടെ ഭാര്യ KA തുളസി കോങ്ങാട് മണ്ഡലത്തിൽ മത്സരിക്കാൻ ഇറങ്ങിയാണ്. മലമ്പുഴയിൽ A സുരേഷ് മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ സെക്രട്ടറി ആയിരുന്ന സുരേഷിനെ മത്സര രംഗത്തേക്ക് കൊണ്ടുവരുന്നു. കൈപ്പത്തി ചിഹ്നത്തിൽ തന്നെ സുരേഷിനെ മത്സരിക്കാനാണ്